അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മൂന്നാം ക്ലാസ്സിലെ അൽ ഫിഖ്ഹുൽ ഇസ്ലാം 2025 നടന്ന വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നമ്മൾ വായിക്കുന്നത്. മുൻ വർഷങ്ങളിലെ പേപ്പറുകളൊക്കെ പ്ലേലിസ്റ്റിൽ പോയി നോക്കി കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കുക. കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക. ഒന്ന്, റമദാനിൽ ഈ നാളുകൾ നരകമോചനത്തിൻ്റേതാണ്. റമദാനിൽ ഈ നാളുകൾ 10 നാളുകൾ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് നരകമോചനത്തിൻ്റേതാണ്. ഏതാണത്? അവസാനത്തെ 10 നാളുകൾ. ആദ്യത്തെ 10 നാൾ റഹ്മത്ത്, രണ്ടാമത്തെ മഗ്ഫിറത്ത്, മൂന്നാമത്തെ നരകമോചനം, അങ്ങനെയുള്ള പറഞ്ഞത്. ഇനി 2, നിസ്കാരത്തിൻ്റെ ഫർളുകളിൽ പെട്ടതാണ് ഏത്? സൂറത്ത് നിസ്കാരത്തിൻ്റെ ഫർളുകളിൽ പെടാത്തതാണ്. ചോദ്യം നല്ല ശ്രദ്ധിക്കണം. നിസ്കാരത്തിൻ്റെ ഫർളുകളിൽ പെടാത്തതാണ് എന്നാണ്. പെടാത്തത് ഏതാ? ആൻസർ സൂറത്ത് ഓതലാണ്. ഫാത്തിഹ ഓതൽ സുജൂദ് നിസ്കാരത്തിന് നിർബന്ധ ഫർളാണ്. സൂറത്ത് ഓതലാണ് ആൻസർ. ഇനി മൂന്നാമത്തേത്, അദാനിൻ്റെയും ഇഖാമത്തിൻ്റെയും വാചകങ്ങൾ സ്വപ്നം കണ്ടു. ആരാ? ആൻസർ അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു. 4, ഈ നബിയുടെ കാലത്തെ പ്രളയത്തിൽ കഅബ തകർന്നു. ഏത് നബിയുടെ കാലത്തെ പ്രളയത്തിലാ? ആൻസർ നൂഹ് നബി അലൈഹിസ്സലാം. 5 വക്ത് നിസ്കാരം നിർബന്ധമാക്കിയ മാസം. ആൻസർ റജബ് മാസം. ഏത് മാസമാണെന്ന് ചോദിച്ചാൽ റജബ് മാസം 27 എന്നൊക്കെ പാഠത്തിൽ പറഞ്ഞല്ലോ. ഇനി 6, ശരീരം മുഴുവൻ ഔറത്താണ്. ആരുടെ? ആൻസർ സ്ത്രീകൾക്ക് ശരീരം മുഴുവൻ എന്താണ്? ഔറത്താണ്. 7, വലതുകാൽ വെച്ച് പുറത്തിറങ്ങണം. വലതുകാൽ വെച്ച് പുറത്തിറങ്ങണം. എവിടെ നിന്നാ? ആൻസർ ടോയ്ലറ്റിൽ നിന്ന്. എവിടെ നിന്നാണ്? 7ാമത്തിൻ്റെ ആൻസർ ടോയ്ലറ്റിൽ നിന്നാണ്. ഇവിടെ അടയാളപ്പെടുത്തിയിട്ട് ശ്രദ്ധിക്കുക. ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങുമ്പോൾ വലതുകാൽ വെച്ചുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങേണ്ടത്. ഇനി 8ാമത്തെ ചോദ്യം, നോമ്പ് മുറിയുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. ആൻസർ മൂക്കിൽ മരുന്ന് ഉറ്റിക്കുക. അതായത് ഉറങ്ങുക, കുളിക്കുക. അതുകൊണ്ടാണ് നോമ്പ് മുറിയില്ലല്ലോ. പിന്നെ നമ്മൾ പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്, ചെവി, മൂക്ക് പോലെയുള്ള ദ്വാരങ്ങളിലൂടെ വല്ലതും ഉള്ളിലേക്ക് കടക്കുക എന്ന്. അതാണ് ഇവിടെ പറയുക. മൂക്കിൽ മരുന്നുറ്റിച്ചാൽ മരുന്ന് ഉള്ളിലേക്ക് കറങ്ങിയില്ലേ, അതുകൊണ്ട് നോമ്പ് മുറിയും. 9, ഖിബിലയ്ക്കു നേരെ തിരിയൽ നിസ്കാരത്തിൻ്റെ ആൻസർ ഷർത്ത്. ഖിബിലയ്ക്ക് നേരെ തിരിയൽ നിസ്കാരത്തിൻ്റെ ഷർത്താണ്. നിസ്കാരത്തിൻ്റെ ഷർത്ത് എന്ന് പറഞ്ഞിട്ട് ഖിബിലയുടെ കുറിച്ച് പറയുന്ന ഓരോ നിസ്കാരത്തിൽ ഇരുന്ന് നിസ്കരിക്കുമ്പോഴും കിടന്ന് നിസ്കരിക്കുമ്പോഴും എങ്ങനെയാണ് ഖിബിലയ്ക്ക് തിരിയേണ്ടത് എന്ന് പറഞ്ഞിട്ട് അവിടെ പറഞ്ഞ സംഗതിയാണ് എന്ത്? ഖിബിലയിലേക്ക് തിരിയൽ നിസ്കാരത്തിൻ്റെ ഷർത്താണ് എന്ന്. ആ ഒരു ചോദ്യമാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇനി 10ാമത്തേത്, സൂര്യൻ അസ്തമിച്ചാൽ സമയം തുടങ്ങുന്ന നിസ്കാരം. ആൻസർ മഗ്രിബ്. ഏതാണ്? മഗ്രിബ്. സൂര്യൻ അസ്തമിച്ചത് മുതൽ ഇശാ വരെ, അതാണല്ലോ മഗ്രിബിൻ്റെ സമയം നമ്മൾ പഠിച്ചത്. അപ്പോൾ മഗ്രിബാണ് ആ നിസ്കാരം. ഇനി അടുത്ത് ചേരുംപടി ചേർക്കുക. 11, ഇജാബ ഏതാ? ആൻസർ സി ആണ്. അദാൻ കേൾക്കുമ്പോൾ ചെയ്യണം. ഇജാബത്ത് കൊടുക്കണ്ടേ? അപ്പോൾ അങ്ങനെ ഇജാബത്ത് കൊടുക്കണേ പറഞ്ഞില്ലേ, അതാണ് പറഞ്ഞത്. അടുത്ത ഔറത്ത് ആൻസർ എ. നിസ്കാരത്തിൽ മറക്കണം. നിസ്കാരത്തിൽ ഔറത്ത് എന്ത് ചെയ്യണം? മറക്കണം. അടുത്ത സൗമ്. എന്താ സൗമിനോട് ചോദിച്ചത്? ആൻസർ ഡി ആണ്. രക്ഷാ കവചം. അസൗമു ജുന്ന. ആ പാഠത്തിൽ, നോമ്പിൻ്റെ പാഠത്തിൽ അവസാനത്തെ കോളത്തിൽ കൊടുത്തതാണത്. 14, അദാന്. ആൻസർ ബി. സ്ത്രീകൾക്ക് സുന്നത്തില്ല. അദാന് സ്ത്രീകൾക്ക് സുന്നത്തില്ല. അപ്പോൾ ഇത് പ്രത്യേകം വായിക്കണം. ഈ ഭാഗം കൃത്യമായിട്ട് വായിക്കണം. ഇപ്പുറത്തെ ഭാഗം കൃത്യമായിട്ട് വായിച്ചതിന് ശേഷം ആൻസർ ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ എന്തായി പോകും? തെറ്റായി പോകാൻ സാധ്യതയുണ്ട്. ഇനി അടുത്ത് പൂരിപ്പിക്കുക. 15, അല്ലാഹുമ്മ തഹ്ഹിർ ഖൽബി ഡാഷ് വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷ്. അല്ലാഹുമ്മ തഹ്ഹിർ ഖൽബി മിനൻ നിഫാഖി വഹസ്സിൻ ഫർജി മിനൽ ഫവാഹിഷ്. ശൗചം ചെയ്തതിന് ശേഷം ചൊല്ലാനുള്ള ദിക്റാണ്. ഇനി 16, എന്താ? നുബുവത്തിൻ്റെ ഡാഷാം വർഷമാണ് നിസ്കാരം നിർബന്ധമാക്കിയത്. എത്രാം വർഷം? നുബുവത്തിൻ്റെ 11ാം വർഷം. 17, അദാൻ കേൾക്കുമ്പോൾ ഡാഷ് മരണം മോശമാകും. അദാൻ കേൾക്കുമ്പോൾ സംസാരിച്ചാൽ മരണം മോശമാകും. 18, കാബ കാണുമ്പോൾ ഡാഷ് സ്വീകരിക്കപ്പെടും. എന്ത് സ്വീകരിക്കപ്പെടും? ദുആ സ്വീകരിക്കപ്പെടും. 19, റമദാൻ ആഗതമായാൽ ഡാഷ് കവാടങ്ങൾ തുറക്കും. ഏത് കവാടങ്ങൾ? സ്വർഗ കവാടങ്ങൾ തുറക്കും. ഇനി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 20, പുരുഷന്മാർക്ക് ഉത്തമമായ വസ്ത്രമേത്? ആൻസർ വെള്ള. 21, നിസ്കാരത്തിൻ്റെ ഫർളുകൾ എത്ര? ആൻസർ 14. 22, റമദാനിലുള്ള പ്രത്യേക രാവ്. ആൻസർ 27ാം രാവ്. റമദാനിലുള്ള പ്രത്യേക രാവ്, അതായത് 27ാം രാവ്, ലൈലത്തുൽ ഖദറിന് പ്രതീക്ഷിക്കുന്ന രാവ്. 23, നോമ്പുകാർക്ക് സ്വർഗത്തിലെ പ്രത്യേക കവാടം. ആൻസർ റയ്യാൻ.
അടുത്തത് 24 സംസാരിക്കാൻ പാടില്ലാത്ത ഒരു സ്ഥലം. ആൻസർ ടോയ്ലറ്റ്. അറബി മലയാളത്തിൽ ആണ് ഉത്തരങ്ങൾ എഴുതേണ്ടത്, ശ്രദ്ധിക്കണം. ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 25 ടോയ്ലറ്റിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ചൊല്ലണം എന്ത്? ആൻസർ ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബതി വൽ ഖബായിസ്. ഇവിടെ ഫുള്ളായിട്ട് ഇവിടെ എഴുതിയിട്ടില്ല, അപ്പോൾ ചേർത്ത് കൊടുക്കണം. 26 ഇശാ നിസ്കാരത്തിൻ്റെ സമയം ഏത്? ആൻസർ അസ്തമാന ശോഭ മാഞ്ഞത് മുതൽ സുബഹ് വരെ. എന്ന് പറഞ്ഞാൽ മേഘത്തിൻ്റെ കടുംചുവപ്പ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പറഞ്ഞില്ലേ, ഇശായിൻ്റെ സമയം അസ്തമാന ശോഭ മാഞ്ഞത് മുതൽ സുബഹ് വരെ. 27 ഹയ്യ അലൽ ഫലാഹ് എന്ന് കേൾക്കുമ്പോൾ എന്ത് ചൊല്ലണം? എന്താ ചൊല്ലേണ്ടത്? ഹയ്യാൽ സ്വലാ എന്ന് കേട്ടാലും ഹയ്യാൽ ഫലാഹ് എന്ന് കേട്ടാലും എന്താ ചൊല്ലേണ്ടത്? പിന്നെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയ്യിൽ അദീം. 28 കഅബ നിർമ്മാണം പൂർത്തിയായപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മകനും ദുആ ചെയ്തു എന്ത്? ആൻസർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. ഇനി അടുത്തത് 5 വരിയിൽ കുറയാതെ എഴുതാനുള്ളത് 29 വിസർജനത്തിൻ്റെ അദബുകൾ. ടോയ്ലറ്റിലേക്ക് പോകുമ്പോഴുള്ള അദബുകൾ എന്താ? അള്ളാഹുവിൻ്റെ പേര്, മഹാത്മാക്കളുടെ പേരുകൾ, ഖുർആൻ പോലുള്ളവ എഴുതപ്പെട്ടത് മുതലായ വിസർജന സ്ഥലത്തേക്ക് കൊണ്ടുപോകാതിരിക്കുക, പാദരക്ഷ ധരിക്കുക, തലമറക്കുക, ഇടതുകാൽ വെച്ച് പ്രവേശിക്കുക. ഇത്രയപ്പോൾ ഇതിൽ എഴുതിയിട്ടുള്ളൂ. ഇനി അവിടെയൊക്കെ എഴുതി ചേർക്കാനുണ്ട്. ഏത് കാൽ വെച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങേണ്ടത്, അവിടെ ചൊല്ലേണ്ട ദിക്ർ, അവിടെ നിന്ന് സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞത് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എന്ത് ചെയ്യേണ്ടത്? എഴുതേണ്ടത്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ രൂപത്തിലൊക്കെയാണ് 2025 വാർഷിക പരീക്ഷയുടെ ചോദ്യപേപ്പർ വന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും പഠിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നല്ല ഓർമ്മശക്തി അല്ലാഹു തആല നൽകുമാറാകട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.